ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമുക്ക് നല്ല ചൂടൻ ഉശിരൻ രസം കുടിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഈ രസം സമർപ്പിക്കുകയാണ്. അപ്പോഴേ ഇൻട്രോയിൽ കാണിച്ച പോലെ ഒരു രസത്തിൻ്റെ റെസിപ്പി അല്ല കേട്ടോ നമ്മളിന്നിവിടെ ചെയ്യണത്. രസത്തിൻ്റെ റെസിപ്പീസ് ഞാൻ 1-2 ഇട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കുകൾ കൊടുക്കാം കേട്ടോ. അപ്പോഴേ ഇന്നിതാ ഈ ഒരു തളികയിൽ നോക്കിയേ ഒരുപാട് കായം ആണ് എൻ്റെ കയ്യിലിരിക്കണത് കേട്ടോ. അസഫോയിറ്റിഡ എന്ന് പറയണ കായം. നമ്മൾ കായം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സാമ്പാറാണ് ഓർമ്മ വരാം അല്ലേ. അപ്പോൾ ദാ LGയുടെ അങ്ങനെ പല പല കമ്പനിയുടെ കായും പെരുങ്കായം ഉണ്ട്, പാൽക്കായം ഉണ്ട്, അതുപോലെ തന്നെ പൗഡർ ഫോമിലുള്ള കായം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കായത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാവട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് കരുതിയിട്ട് ആണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ രുചിക്കും മണത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കേട്ടോ കായം. ഇംഗ്ലീഷിൽ അതിന് അസഫോയിറ്റിഡ എന്ന് പറയും. ലോകത്തിൽ പലയിടങ്ങളിലും കായം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അനാകർഷകമായ നിറവും ചവർപ്പു രുചിയും അതുപോലെ തന്നെ ഗന്ധകമിശ്രിതം മൂലമുള്ള രൂക്ഷമായ ഗന്ധവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കായത്തിന് ഒരു ഇരട്ടപ്പേരും കൂടി ഉണ്ട് കേട്ടോ. ചെകുത്താൻ്റെ കാഷ്ടം. ഒരു ഇരട്ടപ്പേരുന്നല്ല, പല പല രാജ്യങ്ങളിലായിട്ട് ചെകുത്താൻ്റെ കാഷ്ടം, ചെകുത്താൻ്റെ അഴുക്ക്, അല്ലെങ്കിൽ എന്താ പറയുക ചാണകം, ചെകുത്താൻ്റെ ചാണകം, അങ്ങനെയുള്ള പല പല ഇരട്ടപ്പേരുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ പാക്കറ്റിനകത്തുണ്ടായിരുന്ന കായം ഇതാണ് കേട്ടോ. നല്ല കോഫി ബ്രൗൺ കളറിലുള്ളതാണ് ഈ കായം. ഇത് നമ്മുടെ LGയുടെ ആണ് കേട്ടോ. ബ്രാൻഡഡ് ആയിട്ടുള്ള കായത്തിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. LGയുടെ ഈ കായം 50 ഗ്രാമോ മറ്റേ ഉള്ളൂ. അതിന് തന്നെ ഏകദേശം 100 രൂപയുടെ അടുത്ത് വിലയുണ്ട് കേട്ടോ. നമ്മളെ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നനവില്ലാതെ നോക്കണം. അതുപോലെ തന്നെ അധികം വായു സമ്പർക്കം ഇല്ലാതെ സൂക്ഷിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് വല്ലാതെ ആടായി പോകും. അപ്പോൾ നമ്മളെ പെരുങ്കായം കണ്ടുല്ലോ. ഇനി നമുക്ക് പാൽക്കായം പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ പാക്കറ്റാണ് കേട്ടോ പാൽക്കായം. അത് ലൈറ്റ് കളറാണ്. നമ്മൾ നേരത്തെ കണ്ട പെരുങ്കായം ഡാർക്ക് കളറായിരുന്നു. ഇത് ലൈറ്റ് കളറാണ്. അതുപോലെ തന്നെ സ്ട്രക്ചറും വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേത് ഹാർഡായിട്ടിരിക്കും. ഇത് നമുക്ക് ഇതുപോലെ എളുപ്പം ഇങ്ങനെ പിച്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടാനൊക്കെ ആയിട്ട് പറ്റും. ഇതാ കണ്ടോ. പണ്ട് എൻ്റെയൊക്കെ കൊച്ചിൽ നമുക്ക് കുഞ്ഞുമക്കൾക്ക് വയറുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കടുകുമണിയോളം ഇതുപോലെ എടുത്തിട്ട് ഒരു സ്പൂൺ തിളപ്പിച്ച വെള്ളത്തിൽ ചാലിച്ച് ഒക്കെയാണ് കുട്ടികളുടെ വായിലേക്ക് ഇറ്റിച്ചു കൊടുക്കാറുള്ളത്. അതുപോലെ നമ്മൾ വലിയവർക്ക് അതിനനുസരിച്ച് നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് അനുസരിച്ച് കൂടുതലായിട്ട് എടുക്കും. അപ്പോൾ ഇതാ രണ്ടും കണ്ടില്ലേ. പാൽക്കായം എന്താണെന്ന് മനസ്സിലായില്ലേ. മസ്റ്റായിട്ട് നമ്മുടെ വീടുകളിൽ കരുതേണ്ടത് തന്നെയാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളെന്നും ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇതിന് പിന്നാലെയായിട്ട് ഓരോരോ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാ 2 കായും പരിചയപ്പെട്ടുല്ലോ. ഇനിയുള്ളത് നമുക്ക് ബോട്ടിൽ വരുന്ന ഇതിൻ്റെ പൗഡറാണ് കേട്ടോ. പൗഡർ ഫോമിലുള്ള കായാണ്. ഫെറുല അസഫോയിറ്റിഡ എന്ന ഈ ചെടിയുടെ വേരിൽ നിന്നും സ്രവിക്കുന്ന ഗന്ധമുള്ള ഒരു പശ, അത് സംസ്കരിച്ചെടുത്തിട്ടാണ് കേട്ടോ കായം ഉണ്ടാക്കണത്. നമുക്ക് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മൾ കായം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. സാമ്പാർ, രസം, അച്ചാർ, ഇഞ്ചിക്കറി തുടങ്ങി നമ്മൾ ഇറച്ചിയും മീനും ഫ്രൈ ചെയ്യാനൊക്കെയുള്ള മസാലകളിലും നമുക്ക് കായം ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കായം ചേർക്കണ കറികളോ ഭക്ഷണങ്ങളോ നമുക്ക് കുറവാണെന്ന് വിചാരിക്കുക. എങ്കിലേ നമുക്കിതാ ഇങ്ങനൊരു ഹാബിറ്റും കൂടെ ഉണ്ടാക്കണത് നല്ലതാണ് കേട്ടോ. അതായത് ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് ചെറിയൊരു സ്പൂണോളം കായം പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിച്ചു നോക്കൂ. അതൊരു ശീലമാക്കി നോക്കിക്കേ, ദിനചര്യയാക്കി നോക്കിക്കേ. നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട്, ഒരു മാജിക്കൽ റിസൾട്ട് തന്നെയാണ് കിട്ടാട്ടോ. കാരണം നമ്മുടെ ദഹന വ്യവസ്ഥേനെ അത് സ്മൂത്താക്കി തരും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കും. നമ്മളുടെ പിന്നെന്താ പറയുക ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾക്ക് വളരെ ഗുണം ചെയ്യും കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടില്ലാത്ത കൊളസ്ട്രോൾ, അതുപോലെ കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം, പ്രഷർ, ഷുഗർ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ നല്ലൊരു പാനീയമാണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു സാമ്പാറോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രസമോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമുക്ക് കുടിക്കാൻ പെരുങ്കായം ആയാലും ഉപയോഗിക്കാം കേട്ടോ. ഇനി അതല്ല നമുക്ക് പാൽക്കായ ഉണ്ടെങ്കിൽ അതും വളരെ ബെസ്റ്റാണ് കേട്ടോ. പാൽക്കായ നമ്മൾ ഇതുപോലെ കുട്ടികൾക്ക് വളരെ ചെറിയൊരു കടുകുമണിയോളം മാത്രം മതി തിളപ്പിച്ച അറിയ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. നമുക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡി സ്ട്രെങ്ത് അനുസരിച്ച് അത് കൂട്ടി ഉപയോഗിക്കാം കേട്ടോ. മാസമുറയിൽ ഉണ്ടാവുന്ന വയറുവേദനയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. സാധാരണ ഉണ്ടാവുന്ന വയറുവേദനയ്ക്കും ഇത് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വയറിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കണ ഒരു അസുഖം ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഈ കായത്തിൻ്റെ ഉപഭോഗം വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുണ്ടാവുന്ന നീർക്കെട്ടിനും ഇത് നല്ലതാണ് കേട്ടോ. നീർക്കെട്ടൊക്കെ പോയിട്ട് ശരീരം ഒന്ന് ഉടയാനും അതായത് ഒന്ന് വാർന്ന് മെലിയാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്.
ഇത് അധികവും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ കാബൂൾ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ ഒക്കെയാണ് കേട്ടോ. അവിടെ നിന്നൊക്കെയാണ് നമുക്കിത് അധികവും ഇറക്കുമതി ചെയ്യുന്നത് കേട്ടോ. കാബൂളിലത്തെ കായാണ് അധികവും ഒറിജിനലായിട്ട് പറയണത്. ഏറ്റവും മായയില്ലാത്ത ഒറിജിനലായിട്ടുള്ള കായത്തിന് ഏകദേശം കിലോയ്ക്ക് 10,000 രൂപയുടെ അടുത്ത് വില വരുമെന്ന് പറയണേ. തീർച്ചയായും നമുക്ക് എത്തുന്ന കായങ്ങളിലൊന്നും അതിൻ്റെ അംശമുണ്ടായിരിക്കാം, പക്ഷേ എല്ലാതും അത്രയും കണ്ടൻറ്റ് ഉണ്ടാവണമെന്നില്ല കേട്ടോ. നമുക്ക് ഇത് നല്ലൊരു കീടനാശിനിയും കൂടിയാണ് കേട്ടോ കായം. അപ്പോൾ ആ ഒരു റെസിപ്പിയും കൂടെ ഞാൻ കാണിച്ച് തരാം കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് ചതച്ച് തോലോടടക്കം ചതച്ച് ഇടുക. അതിലേക്ക് ഈ കാണിക്കുന്ന പോലെ ഒരു കഷ്ണം കായം പൊടിച്ചതും കൂടെ ചേർക്കുക. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് നേരം എടുത്തിട്ട് കൈ കൊണ്ട് അത് നന്നായിട്ട് ഞെരടി അത് രണ്ടിൻ്റെയും മണം മിക്സ് ആവണം വരെ നന്നായിട്ട് ഞെരടാം. അതിനുശേഷം അതിലേക്ക് ആ പാത്രത്തിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ നോർമൽ വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് കൈയിട്ട് പിഴിഞ്ഞതിന് ശേഷം അതരിച്ച് നമ്മുടെ സ്പ്രേയർ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ പച്ചക്കറി കൃഷിയിലോ ഗാർഡനിലെ ചെടികൾക്കോ പുഴുക്കേടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണതും വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു കീടനാശിനിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് വീട്ടിൽ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പാൽക്കായ ആണെങ്കിലും ഈ കായം ആണെങ്കിലും. കാരണം നമുക്ക് ഇച്ചിങ് പ്രോബ്ലം എന്തെങ്കിലും വന്നാൽ, അതായത് എന്തെങ്കിലും പ്രാണിയൊക്കെ കടിച്ച സ്ഥലത്ത് നമുക്ക് ഈ കായം ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് ആ അസ്വസ്ഥതകളും മാറിക്കിട്ടും കേട്ടോ. രുചിയും മണവും ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഇന്ത്യൻ പാചകത്തിലും കായം വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര പേർക്ക് അതറിയാം? വായുകോപം മുതൽ സൗന്ദര്യ സംരക്ഷണം വരെ നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പാക്കാം കേട്ടോ. ഇതേ മിശ്രിതം തന്നെ നമ്മൾ വീടിന് ചുറ്റും തളിക്കാറുണ്ട് കേട്ടോ, പാമ്പൊക്കെ വരാതിരിക്കാനായിട്ട്. ഒരു നുള്ളു കായം മതി കേട്ടോ. ചെറുതല്ലാത്ത ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാണ്. അപ്പോഴേ ഇന്നത്തെ എൻ്റെ കായത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ആധികാരികമായിട്ട് പറയാനുള്ള ഒരു അറിവല്ലല്ലോ നമ്മൾ നാട്ടറിവിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ പരമ്പരാഗതമായിട്ട് നമ്മളുടെ എന്താ പറയുക മുത്തശ്ശി, അമ്മ അങ്ങനെ പകർന്നു കിട്ടിയ അറിവുകൾ ഉപയോഗിച്ചിട്ടുള്ള ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമുള്ളതാണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ പകർന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും പൊറുക്കണം. അത് കമൻറ്റിലൂടെ തിരുത്തുകയും വേണം കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, വീഡിയോ ഇഷ്ടമായിന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുതേ. നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഇനിയും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.